ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇന്ന് ഞാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. ടൂറിസ്റ്റ് വില്ലേജിലെ കിഡ്സ് സോണിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മ്യൂസിയത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പെഹൽഗാമിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി നമുക്കറിയാമല്ലോ. അതിന് മറുപടി നൽകിയത് വെറും 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എയർ സ്ട്രൈക്കിലൂടെയാണ്. ആ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. റാഫേൽ എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം ഉപയോഗിച്ചും ഹാമർ ബോംബും സ്ക്രാപ്പ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചും എയർ സ്ട്രൈക്ക് നടത്തിയാണ് ഓപ്പറേഷൻ നടത്തിയത്. ആ എയർഫോഴ്സിൻ്റെ ചരിത്രവും ഫൈറ്റർ പ്ലെയിനിൻ്റെ മോഡലും എല്ലാം കാണാൻ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. ലുലു മോളിൽ നിന്നും ആക്കുളം കായൽ കഴിഞ്ഞ് റൈറ്റ് എടുത്താണ് ഞങ്ങൾ പോയത്. കഴക്കൂട്ടത്തു നിന്നും വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ ഉള്ളൂരിൽ നിന്നും ബൈപ്പാസിലേക്ക് പോകുന്ന റോഡിലാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത്. ടൂറിസ്റ്റ് വില്ലേജിൻ്റെ റോഡ് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത്. കായൽ സൈഡിലെ ബോട്ട് ക്ലബിൽ ഒരു ഫ്ലൈറ്റിൻ്റെ മോഡലും ഉണ്ട്. ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അകത്ത് പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്ത് കയറി ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. അവിടെ സ്വിമ്മിംഗ് പൂളും പെഡസ്റ്റൽ ബോട്ടും മ്യൂസിക്കൽ ഫൗണ്ടനും ഒക്കെ ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 7 കമാൻഡിൽ ഒന്നാണ് സതേൺ കമാൻഡ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നമ്മുടെ ആക്കുളത്തുള്ളത്. ഇതിൻ്റെ അണ്ടറിലാണ് ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള മ്യൂസിയം. മ്യൂസിയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ അനുമതിയില്ല. ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ കാണുന്നത് ഫൈറ്റർ പ്ലെയിൻസായ റാഫേലിൻ്റെയും സുഖോയുടെയും മോഡൽസാണ്. കൂടാതെ MiG-21 എയർക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ എഞ്ചിനുമുണ്ട്. അത് കഴിഞ്ഞ് ചെല്ലുന്നത് സ്റ്റിമുലേറ്റർ റൂമിലാണ്. അവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ കോർപിറ്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി പോകുന്നത് മോട്ടിവേഷൻ റൂമിലാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് മാർഷൽ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ് എന്നറിയപ്പെടുന്ന അർജൻ സിംഗിൻ്റെ ഫോട്ടോയാണ്. അദ്ദേഹത്തെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലുള്ള എല്ലാ ബഹുമതികളും കിട്ടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി. ഇന്ത്യൻ എയർഫോഴ്സിലെ വിവിധ യൂണിഫോമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഗ്രാജുവേഷൻ പരേഡിൻ്റെ ഫോട്ടോസും ഉണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വ്യോമാഭ്യാസ ടീമാണ് സൂര്യകിരൺ. അവരുടെ ഫ്ലൈറ്റിൻ്റെ മോഡലാണ് ആക്കുളം കായലിൻ്റെ തീരത്ത് വെച്ചിട്ടുള്ളത്. റാഫേൽ വിമാനത്തിൻ്റെ മോഡലും വെച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമാണ് സാരംഗ്. ഇവരാണ് എയർലിഫ്റ്റ്, എയർ ആംബുലൻസ്, റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. 2016 റിപ്പബ്ലിക് ഡേയിലാണ് ഏറ്റവും കൂടുതൽ വുമൺ ഓഫീസേഴ്സ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയിട്ടുള്ളത്. എയർഫോഴ്സിലെ കമാൻഡോസാണ് IAF ഗരുഡ്. റെസ്ക്യൂ ഓപ്പറേഷൻസ്, മെഡിക്കൽ എമർജൻസീസ് എല്ലാം ചെയ്യുന്നത് ഈ സ്പെഷ്യൽ ഫോഴ്സസ് ആണ്. ഇനിയുള്ളത് ഹിസ്റ്ററി റൂമാണ്. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന നിലവിൽ വന്നത്. നവസ്പർശം ദീപ്തം അഥവാ ടച്ചിങ് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ് വ്യോമസേനയുടെ ആപ്തവാക്യം. 6 ഓഫീസർമാരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. രണ്ടാം മഹാലോക യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് റോയൽ പദവി നൽകിയിരുന്നു. 1965 ഇൻഡോ പാക് വാർ യുദ്ധമാണ് ഒരു ഡിഫൻസ് സിസ്റ്റം എന്ന രീതിയിൽ എയർഫോഴ്സ് മുന്നോട്ട് വന്നത്. ആ യുദ്ധത്തിലെ വിവിധ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
കൂടാതെ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള എക്സസൈസുകൾ, റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഫോട്ടോസ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2018 കേരള ഫ്ലഡും 2024 വയനാട് ദുരന്തത്തിലെയും റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഫോട്ടോസും ഇവിടെയുണ്ട്. കൂടാതെ കാർഗിൽ യുദ്ധത്തിൽ ടയർ ഹില്ലിൽ ബോംബിടുന്ന ഫോട്ടോസുമുണ്ട്. ഇവയെല്ലാം ഡീകമ്മീഷൻ ചെയ്ത ഫൈറ്റർ പ്ലെയിൻസ് ആണ്. അടുത്തതായി വരുന്നത് ഓപ്പറേഷൻ റൂമാണ്. 7 കമാൻഡ്സിൻ്റെ ഫ്ലാഗുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 ഫൈറ്റർ പ്ലെയിൻസിൻ്റെ മോഡലുകളും അവയുടെ ഫോട്ടോസും ഉണ്ട്. എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന മിസൈൽസിൻ്റെ ഉടൻ മോഡൽസാണിത്. പൈലറ്റ്സ് ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ ഹെൽമെറ്റും ഓക്സിജൻ മാസ്കുമാണിത്. കൂടാതെ സർഫസ് ടു എയർ മിസൈലും എയർക്രാഫ്റ്റ് ഗണ്ണുമെല്ലാം ഡിസ്പ്ലേയിലുണ്ട്. തുടക്കത്തിലെ 6 ഓഫീസർമാരിൽ 5 പൈലറ്റ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇന്നത്തെ നിലയിലുണ്ടായ വളർച്ച അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളേണ്ടതാണ്. ഈ ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.